ഇനി നമുക്ക് നമ്മുടെ സദ്യയിലൊക്കെ കളർഫുള്ളായിട്ട് കാണുന്ന ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ ഒരു ചട്ടിയിൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആദ്യം. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നന്നാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളകും. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ ബീട്രൂട്ട് കുറച്ച് വെള്ളം ഒരു ഇത്തിരി ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ബീട്രൂട്ട് ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർക്കുമ്പോഴുള്ള ഈ ഒരു കളർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ട തൈരാണെങ്കിൽ അതൊന്ന് അടിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും തേങ്ങയൊക്കെ ആദ്യം നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ തൈര് ചേർത്ത് കൊടുത്ത് വെറും 1 മിനിറ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിച്ച് നമ്മുടെ പച്ചടി റെഡി.